തൗബ അഥവാ ഖേദിച്ചു മടങ്ങൽ റബ്ബിന് വേണ്ടിയാണ് എന്നാണ് ചില ആളുകളുടെ ധാരണ. യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി തന്നെയാണ്. നമ്മുടെ കണക്ഷൻ നഷ്ടപ്പെട്ടാൽ, വീട്ടിലേക്കുള്ള ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ നമുക്ക് നഷ്ടപ്പെട്ടാൽ അത് റീസെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, നമുക്ക് വേണ്ടിയാണ്. കണക്ഷൻ വിത്ത് ഗോഡ്, റബ്ബുമായുള്ള നമ്മുടെ കണക്ഷൻ നഷ്ടപ്പെട്ടാൽ അത് പുനഃസ്ഥാപിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മാനസികമായി നമ്മെ റീസെറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണിത്. നാം തന്നെ നമ്മോട് കാണിക്കുന്ന കരുണ, സെൽഫ് കമ്പാഷൻ എന്ന് പറയും. അതിനുള്ള ഏറ്റവും ഈസിയായ വഴിയാണ് തൗബ, ഇസ്തിഗ്ഫാർ എന്നൊക്കെ പറയുന്നത്. ഇത് റബ്ബിനാവട്ടെ ഏറ്റവും ഇഷ്ടവുമാണ്. പ്രത്യേകിച്ചും റമദാൻ മാസത്തിലാകുമ്പോൾ, റമദാൻ മാസത്തിൽ എന്തുകൊണ്ട് എൻ്റെ അടിമ എന്നിലേക്ക് വരുന്നില്ല, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്, സുമ്മ മത്ത എന്നാണ് റബ്ബ് നമ്മളോട് ചോദിക്കുന്നത്. ഒരു ഗിൽറ്റ് ഫീലിംഗ്, മനസ്സിലുള്ള ഒരു കുറ്റബോധം, പാപം ചെയ്തവർക്ക് റബ്ബിലേക്ക് അടുക്കുവാൻ ഇത് ഏറെ നല്ലതാണ്. പക്ഷേ ആ ഒരു കുറ്റബോധം അവനെ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുവാൻ പാടില്ല. മറിച്ച് റബ്ബിലേക്ക് തിരിച്ചു നടക്കുവാനുള്ള അവസരം നാഥൻ എമ്പാടും നമുക്ക് നൽകുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട്. കുല്യ ഇബാദിയല്ലദീന അസ്റഫു അല അൻഫുസിഹിം ലാ തഖനതു മിൻ റഹ്മത്തില്ല. സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിച്ച മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് ഒരിക്കലും നിരാശപ്പെടരുത്. ഹോപ്പ്, റജാ ആണ് ഒരു വിശ്വാസിക്ക് ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമെന്ന് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ. ഏറ്റവും അനുയോജ്യമായ സമയം, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ പോരായ്മകൾ റബ്ബിൻ്റെ മുൻപിൽ ഓപ്പണായി എടുത്തു പറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് തിരിച്ചു നടക്കുവാനുള്ള ഒരു പാഷം, അവനിലേക്കുള്ള വഴി ദൈവം നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അതിന് ഏറ്റവും നല്ല അവസരമാണ് ഒരു വിശ്വാസിക്ക് ഈ റമദാനിലൂടെ അള്ളാഹു നൽകുന്നത്. ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ശുക്രൻ.